ഇഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തുകയാണ്. അണികളെ മുന്നിൽ നിർത്തി ചോരക്കളി നടത്തുകയും അടിയുണ്ടാക്കുമ്പോൾ നേതാക്കൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വലിഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്ന പതിവ് CPM ശൈലിക്കും പണി വരുന്നുണ്ട്. CMRL കേസിൽ ഇഡി റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായതിൽ ഇഡി നിലപാട് കടുപ്പിക്കുമ്പോൾ ഈ ഒരു അന്വേഷണത്തിനും ഇത്തരത്തിൽ പ്രത്യേക സംഘം എത്തുന്നു എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തുവരുന്നത്. ഇതോടെ അണികളെ ജയിലിൽ തള്ളിവിട്ട് രക്ഷപ്പെടാൻ തുനിഞ്ഞ CPM നേതാക്കളും ഭീതിയിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അണികളെ മാത്രമല്ല, അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത CPM നേതാക്കളെയും അഴിക്കുള്ളിലാക്കാൻ ഇഡി നീക്കം ശക്തമാക്കിയിരിക്കുന്നു. ആസൂത്രിതമായി നടന്ന ഈ ആക്രമണം നേതാക്കളുടെ പൂർണ്ണമായ അറിവോടെയും പ്രകോപനത്തോടെയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് നേതാക്കളെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്ന കടുത്ത ആവശ്യമായിരുന്നു ഇഡി മുന്നോട്ട് വെച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവർ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഈ ഗുണ്ടായസത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. കേസിൽ നേരിട്ട് കക്ഷി ചേരാനുള്ള അടിയന്തര തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായി അക്രമവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഇഡി നേരിട്ട് ശേഖരിക്കാൻ തുടങ്ങിയതോടെ പല ഉന്നത നേതാക്കളുടെയും ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ട്. അക്രമക്കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ വീടുകൾ CPM നേതാക്കൾ കൂട്ടത്തോടെ സന്ദർശിക്കുന്നതും അവർക്ക് കടുത്ത സംരക്ഷണം നൽകുന്നതും ഇഡിയുടെ സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നു. ഇതെല്ലാം അക്രമത്തിൽ നേതാക്കൾക്കുള്ള നേരിട്ടുള്ള പങ്ക് വെളിവാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇഡി ഡയറക്ടറേറ്റിന് വിശദമായ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇഡിയെ ആക്രമിച്ചത് അപൂർവമായ കേസെന്നും പ്രതികൾ ചെയ്തത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ജുഡീഷ്യറിയിൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തേണ്ടതുണ്ടെന്നും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3 ടാനി മറിയം ജോസ് ഉത്തരവിൽ പരാമർശിച്ചു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ആലോചനയിലാണ്. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ഇഡി സംഘത്തെ ആക്രമിച്ച പ്രവർത്തകരെ ജാമ്യത്തിലിറക്കാനുള്ള CPMന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ കിട്ടിയത്. കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. അറസ്റ്റിന്റെ വിവരങ്ങൾ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കാതെ നടപടിക്രമം തെറ്റിച്ചു. ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം പൊതുമുതൽ നശിപ്പിക്കലിന്റെ പരിധിയിൽ വരില്ല തുടങ്ങിയ വാദങ്ങളാണ് പ്രതികൾ നിരത്തിയത്. എന്നാൽ ഇതൊന്നും നിലനിൽക്കില്ലെന്ന അഡീഷണൽ പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളിയുടെ വാദം കോടതി അംഗീകരിച്ചു. ഇഡിയെ ആക്രമിച്ചത് അപൂർവമായ കേസെന്നാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. അക്രമം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണെന്നും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതെന്നും കോടതി ഉത്തരവിൽ പരാമർശിച്ചു.